ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കണോ, ഫലസമൃദ്ധി നിറഞ്ഞൊരു ജീവിതത്തിൽ ജീവിക്കണോ? യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ വചനം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വെളിപ്പാടാണ് ഫലം കായ്ക്കുക, വളരെ ഫലം കായ്ക്കുക. എങ്ങനെയാണ് വളരെ ഫലം കായ്ക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിർത്തേണ്ടതിന്. ഇവിടെ എങ്ങനെയാണ് വളരെ ഫലം കായ്ക്കുന്നത്? നമുക്ക് അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ, 5-ാമത്തെ വാക്യത്തിന്റെ ആദ്യം മുതൽ ശ്രദ്ധിക്കാം. ഞാൻ മുന്തിരിവള്ളിയും, അതായത് യേശുക്രിസ്തു മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. 15-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ പിതാവ് തോട്ടക്കാരൻ. അപ്പൊ പിതാവിന്റെ തോട്ടത്തിൽ മുന്തിരിവള്ളിയായി നിൽക്കുന്ന യേശുക്രിസ്തുവിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പാണ് നാം ഓരോരുത്തരും. എന്നിട്ട് അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഇന്നലകളിൽ ഒരു ഫലവും കായ്ക്കാൻ കഴിയാതെ നിർജീവാവസ്ഥയിൽ, നിശ്ചലാവസ്ഥയിൽ നിന്ന നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയുമായിട്ടുള്ള ബന്ധം നിന്റെ ലൈഫിനെ വളരെ ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് ഇവിടെ പഠിക്കാൻ കഴിയുന്നത്? മുന്തിരിവള്ളിയിൽ നിന്നാണ് കൊമ്പ് പുറത്തു വരുന്നത്. ഒരാൾ യേശുക്രിസ്തുവിൽ രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആ മുന്തിരിവള്ളിയിൽ നിന്ന് ഒരു കൊമ്പായി പുറത്തേക്ക് വരികയാണ്. ആ കൊമ്പ് ഫലമായി തീരണമെങ്കിൽ ആ മുന്തിരിവള്ളി വലിച്ചെടുക്കുന്ന വളവും വെള്ളവും അതിൻ്റെ ഇലകളിൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൊമ്പുകളിൽ അത് ഫലമായി പുറത്തു വരിക. എന്താണ് ഇവിടുത്തെ വചനം? യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കണോ, ഫലസമൃദ്ധി നിറഞ്ഞൊരു ജീവിതത്തിൽ ജീവിക്കണോ? അങ്ങനെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വളരെ ഫലം കായ്ക്കുന്നവരായി യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയിലെ കൊമ്പായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഫലം കായ്ക്കാം, വളരെ ഫലം കായ്ക്കാം. യേശു കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.